നല്ലൊരു വിഷു ദിവസം ഇങ്ങനെ കുഴപ്പാക്കുന്നു. ഓണമാണ്. ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് സദ്യ ആവല്ലേ? എന്താ സദ്യ? അതൊന്നും ഉണ്ടാക്കി നോക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് ഒരു പണിയില്ല, എല്ലാവർക്കും ഉണ്ടാക്കപ്പത്. ആർക്ക് പറ്റും? ഞങ്ങൾക്ക് ഉണ്ടാക്കപ്പത്. ഒന്ന് ഉണ്ടാക്കി കാണിക്കെങ്കിലേ. യൂട്യൂബ് നോക്കാണ്. അയ്യോ, അപ്പൊ എനിക്ക് അവിയല് വെക്കാറില്ല? അവിയല് വെക്കാൻ എനിക്ക് അവിടെ അറിയും. 1.5 ഇഞ്ച് നീളത്തിലെ കഷ്ണങ്ങൾ ഇങ്ങനെ മുറിക്കണം. അളിയമ്മേ, പായസം ക്യാൻസൽ. പായസത്തിൽ ചേർക്കുള്ള എണ്ണയില്ലടോ. കൊട്ടാളിയ പായസത്തിന് എന്തിനാണ് എണ്ണ? പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വഴറ്റിയെടുക്കണ്ടേ? എന്റെ ദേവി, അത് നെയ്യ്. ഇവിടെ ആർക്കും ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പൊ നല്ല ഉണ്ടാക്കാൻ അറിയുന്ന ആരെങ്കിലും ഒന്ന് വിളിക്കുക. ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയൊരു കിടുക്കൻ കിണ്ണം കാച്ചിയ ആളുണ്ട്, എന്റെ കസ്റ്റഡിയിലുണ്ട്. ആരാണ്? പിലിക്കൂട് രാഘവൻ. വിളി. ഒരബദ്ധം പറ്റിപ്പോയി. ഭക്ഷണം ഞങ്ങൾ ആണുങ്ങളെ ഉണ്ടാക്കാന്ന് ഏറ്റി, പക്ഷെ ആർക്കും ഭക്ഷണം ഉണ്ടാക്കാറില്ല. അപ്പൊ രാവണന് വന്ന് സദ്യ ഉണ്ടാക്കിയിട്ട് ആവശ്യത്തിന് കള്ളു തരും, വീട്ടിൽ കൊണ്ടുവന്നാക്കും. രാഘവന്റെ സ്പെല്ലിംഗ് എന്താ? എന്നുടെ ഈ റൺവേയിൽ കേറി സാറ്റു കളിക്കല്ലേ, കൂലി കൂടിയ സ്നേഹപ്പാരയിൽ ഞാൻ ആണിവയെ കോർക്കല്ലേ. ഉഡായിപ്പുകളുടെ പച്ചന കാണിക്കുന്നതെല്ലാം പഠിച്ചു ചെയ്യുന്നതോ വഞ്ചന, നിന്നെ വളച്ചൊടിക്കുവാൻ ആലോചന. അവനവൻ വെച്ചത് തിന്നാ പോരെ, കൈയിടല്ലേ മാരക ചൊല്ലിയുള്ള നടത്തോളെ മാമന്മാരുണ്ട് അവിടെ. വണ്ടിട്ട് വീണു. അത് എടുത്തു വെക്കാം. ഇവിടെ സത്യേട്ടാ, നിങ്ങൾ എന്തിനാ പെണ്ണുങ്ങളുടെ അടുത്ത് ഇങ്ങനെ വീമ്പ് പറയാൻ പോയത്? നമ്മളെ ആണുങ്ങളല്ലേ, നമ്മളെ കൊണ്ട് ഇത് കൂട്ടിയാ കൂടുവോ? വിസ്കി നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഒന്ന് കഴിച്ചാലേ ഇത് എന്റെ അമ്മയുടെ ആങ്ങള, ഇത് എന്റെ അമ്മയുടെ ആങ്ങള. ഞാനേ സ്ഥലല്ലേ ഇരിക്കായിരുന്നു. അപ്പൊ കേൾക്കും വന്ന് എന്തായാലും കൊടുക്കുന്നൊരു ഉപകാരല്ലേ. 1 മണിക്കൂർ മതി, 16 കൂട്ടം കറികളും 3 പായസം. ഞാൻ റെഡി. 2 മണിക്കൂർ 32 അത് മേടിച്ചു വെക്കാത്. ഇവിടെ ഉണ്ട് സാധനം. ഇത് 2 അടിച്ചാ ഒരു കുഴപ്പമില്ല. നല്ല ബ്രെഡ് റെഡി. കൊടുത്തോ ഐശ്വര്യമായിട്ട് ഒരാൾ പിടിച്ചെടുത്ത് തുടങ്ങി. നമ്മൾ എങ്ങനെയാണ് മുറിക്കേണ്ടത് ഒരു വിരൽ വെച്ചിരിക്കുന്ന അതറിയാം എനിക്ക്. വലിച്ചു പിടിച്ചാൽ ഇതെടുത്ത് അങ്ങനെ തേക്കാം നാട്ടിൽ. ഒന്ന് കഴിക്കണേ. കുഴപ്പമൊന്നുമില്ല. ഇനി പായസം എന്തെടുത്ത് ഒന്നും കൂടെ എന്നാലേ ഇനി വേണ്ട. ലെവലാവണെങ്കിലേ സത്യമാമ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അത് പിടിച്ചോളും. എന്തര അടിച്ചിട്ട് പാചകം ചെയ്യുന്ന ആളാ. എന്താ വേണ്ടെന്ന് പറയുന്നത്? ഒരു പായ പായേ മറ്റേ ചോറ് കമത്താനേ. ചോറ് എന്തിനാണ് എന്തിനാണ്? പറഞ്ഞില്ലേ
കേട്ടോ ഐറ്റംസ് ഇവിടെ വേറെ ഉണ്ടായിരുന്നല്ലോ, എന്തിനാ പുറത്തുനിന്ന് കൊടുക്കുന്നു? എന്താ ചെയ്യ പറയുന്നു? ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യണ്ട? ഇതിനൊക്കെ ഒന്ന് കൂട്ടാൻ വെക്കുക. ഇപ്പോഴാകുമ്പോ മൂപ്പര് അറിയില്ല. തമാശ പറയാൻ നിൽക്കണ്. ഓണം പൊളിഞ്ഞ് രാവട്ടാ ഓണം പൊളിഞ്ഞ് അല്ല ചേച്ചി, സമയം എന്തായി? ഇവിടെ സമയം 12:15. സദ്യ ആയിട്ടുണ്ടാവുന്നാവോ? അവരൊന്ന് വിളിച്ചു നോക്കാറുന്നല്ലോ. വിളിക്കുക ചേച്ചി, എനിക്ക് വിശക്കുന്നു. വിശക്കണോ? ഞാൻ വിളിച്ചേക്കട്ടെ. പണിയെടുക്കാതിരുന്നപ്പോ വിശക്കാതെ. അതേ, ഇപ്പൊ 3 കൂട്ടമൊന്നും വേണ്ട, ഒരു 5 കറിയും ചോറും വെക്കാൻ പറ്റുമോ? ആര്? മണ്ടുവന്നു. എന്താ മണ്ടുവാ? എന്തായി? ഇവിടൊക്കെ ശരിയായിക്കൊണ്ടിരിക്കണു. സാമ്പാർ തിളക്കണു, പപ്പടം കാച്ചാൻ പോണു. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ. 12 മണിയായിട്ടല്ലേ ഉള്ളൂ. 1 മണിക്ക് നമുക്കുണ്ണ. 1 മണിയാകുമ്പോഴേക്കും ഞാൻ വിളിക്കാം, അപ്പൊ വന്നാ മതി. അതല്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം ഇപ്പൊ തന്നെ. വേണ്ട, ഞാൻ വിളിക്കാൻ. ഞാനേ ഇവിടെ വന്ന് വെറുതെ ഇരിക്കണ്ടല്ലോ. ഇലക്കെ ഇടാറാകുമ്പോ വിളിക്കാട്ടോ. ശരി. എടി, അവിടെ ഏതാണ്ടൊക്കെ ആയിണ്ട്. സാമ്പാർ തിളക്കണു, പപ്പടം വറുത്ത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞേ. വിചാരിച്ച പോലെയല്ലല്ലോ പോ. അപ്പൊ എല്ലാം ആയി കഴിയുമ്പോ നമ്മളെ വിളിക്കാം, അപ്പൊ ചെന്നാ മതിന്ന്. പായസം എന്താന്ന് ചോദിച്ചില്ല. അതല്ല ആദ്യം ചോദിക്കേണ്ടത്. സുഖേട്ട മഴക്കുറയടി. രാവട്ടാ, ഒരു ചോറും സാമ്പാറും വെക്കാൻ പറ്റുമോ? സാമ്പാറും ചോറും കയ്യിന്ന് പോയത് പോയി. എന്ത് ചെയ്യും നമ്മള്? അതെ, ഇനിയിപ്പോ ഒരു കാര്യം സത്യന, ഒരു കാര്യം ഞാൻ പറയാം. ഇതൊന്നും നടക്കില്ല, എല്ലാം ഫ്ലോപ്പായി. ഇനി ഭക്ഷണം ഓർഡർ ചെയ്യാം. അത് ഓർഡർ ചെയ്യാൻ പറ്റണം. ഇതോടെ ദിവസം ഓർഡർ ചെയ്ത ഭക്ഷണം കിട്ടും. പിന്നെ ഹോട്ടലിൽ കിട്ടൂലേ? നീ സത്യന്റെ ബിരിയാണി അടിച്ചോളി. നീ ഒരു കാര്യം ചെയ്യേ, ഇവിടെ എല്ലാവരും കണക്കെടുത്തിട്ട് അവർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യും. പിന്നെ ഫുഡ് വരണതിന്റെ സമയമുണ്ടല്ലോ, ഒരു ഫുള്ള് മേടിച്ചിട്ട് പോരെ. അതെ, ഫുഡ് ഓർഡർ ചെയ്യുമ്പോ ഒരെണ്ണം കൂടി പറഞ്ഞോ. പുള്ളി എഴുന്നേക്കുമ്പോ ചോറ് ചോദിച്ചാൽ ഒറ്റൊന്നാണല്ലോ. ആ പെണ്ണുങ്ങൾ വരുമ്പോഴേക്ക് ഇതിന് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ നോക്ക്. നീ പോയി സാധനം മേടിച്ചിട്ട് വാ. 2 പൊറോട്ടയും 1 ബീഫ് ഫ്രൈ എനിക്ക്. നമുക്ക് മട്ടൻ കറിയാണ് തരുന്നത്. മിണ്ടാതിരുന്നാ നീ അവിടെ. ബീഫ് ഫ്രൈ നീ പോയി മേടിച്ചിട്ട് വാ. ചെല്ല്. നീ എന്താ ഫുള്ള് മേടിക്കാൻ മറക്കണ്ട. നീ ഭക്ഷണം ഓർഡർ ചെയ്യും. രാഘവോ, വിളിക്കുന്ന രാഘവോ, ഈ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അതിനെ എവിടെയും കൊണ്ടുവരണോ? 12 മണി കഴിഞ്ഞിട്ടോ 1 മണിക്ക് പെണ്ണുങ്ങൾ വരും. ചെയ്യാ വേണ്ടാത്ത. അതെ, ഈ ഒരു കാര്യം ചെയ്താ മാമ, ആ ചേന എടുത്തിട്ടൊന്ന് ഒരച്ചു നോക്കാന്ന് എഴുന്നേറ്റാ ചൊറിയുമ്പോ കൊണ്ട് എവിടെയും കളയാൻ നോക്കണം. നീ വാസ്തവ ഹോട്ടലല്ല വെജിറ്റേറിയൻ. കൊത്താക്കെ പണിക്കാരല്ല. ലീവ് എന്ത് ലീവാക്കുന്നു? ഗണേഷ് ഭഗവാൻ, ഹലോ. രാഘവേട്ടാ, എന്റെ കയ്യിൽ മേടിക്കും. ഹലോ, കാറ്ററിംഗ് സർവീസാ? അതെ അതെ അതെ. കുറച്ച് സദ്യയൊക്കെ വേണമല്ലോ, ഓണസദ്യ. വെജിറ്റേറിയൻ മതി. വെജിറ്റേറിയൻ വേണ്ടത്. ഒരു നല്ല കുറേ കറി ആയിക്കോട്ടെ. ഇന്ന് കുറക്കണ്ട, പൈസക്കൊന്നും കുറക്കണ്ട, ഇന്നിനെ ഒരു കുറവ് വരുത്തണ്ട. ഫുൾ പാക്കപ്പ്. അവർ 25 26 ആയിക്കോട്ടെ. 26 സദ്യ ആയിക്കോട്ടെ. അതിന് സ്ഥലോ? അത് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ആ മാപ്പ് അയച്ചുതരാം. പിന്നെ ഇതുണ്ടല്ലോ, ഗൂഗിൾ മാപ്പ്. അത് ഞാൻ അയച്ചുതരാ. സദ്യ പെട്ടെന്ന് എത്തണേ. ഓണം കഴിഞ്ഞിട്ട് വിഷുവിനും സദ്യ കിട്ടിയിട്ട് വല്ല കാര്യം ഉണ്ടോടാ? ഓൻ്റെ ഡിമാൻഡ്. മാപ്പ് അയച്ചു കൊടുത്തൊക്കെ ഒന്നിനൊരു കുറവ് വരുത്താൻ പാടില്ല. ഇത് ഓണാ. എന്നെ കുപ്പി പണിക്കണം. അത് മെയിനാണല്ലോ.
എത്ര മണിയായി? സമയം. അയ്യോ ചേച്ചി വരണടി. എന്നിട്ട് ഇത് കഴിക്ക്. ഇവിടെ എന്ത് മേടിച്ചു വെച്ചാലും ആ ശ്രീകുട്ടൻ തിന്നു. ചേച്ചി സമയം ഒരുപാടല്ലേ ചേച്ചി വിശക്കണം. ഇവിടെ വിളിച്ചിട്ട് നീ ഇതൊന്ന് പിടിച്ച, ഞാൻ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ചേച്ചി ഇതൊന്നും തീരൂല. വിശക്കണം, ഞാൻ വിളിച്ചു നോക്കട്ടെ. തന്നെ എടുക്കണില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോയാലോ? കളിനാളെ കയ്യിൽ നിന്നും തെറിക്കുമോ? കാണാ കപ്പലിലേറി മാനം ദൂരെ ഒടുങ്ങുമോ? ഇതുവരെയും കെട്ടിപ്പൊക്കും സകലതും പടയിടിഞ്ഞു പൊളിഞ്ഞു പൊടിഞ്ഞു തകരുമേ. വമ്പന്മാരായി വലിയ കുമ്പത്തേറി നാട്ടിൽ കാട്ടി നടന്നവർ പിന്നെ വേണ്ടാമട്ട കാട്ടി കൂട്ടിലൊതുങ്ങിയോ? ആരോ കമത്തി വെച്ച ഓട്ടുള്ള പോട. ഇതെന്താ റെസ്റ്റ് എടുക്കണ? എത്ര ഉണ്ടാക്കി കഴിഞ്ഞവര് ഭയങ്കര ഫാസ്റ്റാണല്ലോ. പിന്നെ വിളിക്കാൻ പറ, വിളിക്കയില്ല. സൂതേട്ടാ, സൂതേട്ടാ. ചൂതാട്ടം കാണിക്കണത് സത്യ എവിടെയുടെ ചോറും കറിയൊക്കെ? ഇവിടെ സത്യ എന്താ ഇത് ഇങ്ങനെ കിടക്കണേ? കഴിക്കണ്ടേ വല്ലതും? ആ കഴിക്കണോ? എണീക്കെങ്കി നീ നീ കഴിക്കണ്ടാ, നീ കഴിക്കണ്ട. നീ കഴിച്ചാ ഓഫ്. എന്താ എന്ത് അവസ്ഥ? ഒന്ന് നോക്കി നിങ്ങള്. എന്താ ഞാനും ചോദിക്കണത്. 1 2 3. അവളുടെ ആര്? എന്റെ ഭാര്യ. അതിന് നീ കെട്ടിയില്ലല്ലോ. ഈ അവസ്ഥയില് 1 അല്ല 2 കെട്ടിന്നും തോന്നും. ഞാൻ പോയി നോക്കിട്ട് വരാടി. എന്ത് നോക്കണേ? എന്താ നോക്കണേ? അവളിക്ക് നോക്കാൻ പോണത്. ഇപ്പൊ മനുഷ്യൻ ഓണക്കണി മാറ്റി ചവിട്ടുനാടകാക്കിയ ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ടത്. എന്താ കാട്ടുന്നത്? ഇഞ്ചി 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 കണ്ണാക്കിയ പോവാ. ചാടി മറിഞ്ഞല്ലോ അവിടെ കിടന്ന് ചാടി മറിഞ്ഞല്ലോ. അമ്മാവന്റെ രാഘവല്ല. സുഖതേട്ടാ, സുഖതേട്ടാ. എടി ഒരു സാധനം വെച്ചിട്ടില്ലടി ഇവര്. ഇത്ര സമയായിട്ടോ? വേണ്ട വേണ്ട പറഞ്ഞതാണ്. സത്യ എടി ഇവരൊന്നും ഉണ്ടാക്കിയിട്ടില്ലടി. ഒന്നും ഉണ്ടാക്കിയില്ല പിന്നെ എങ്ങനെ സത്യമാവണം? ഓണല്ലേ അറിയാൻ പറഞ്ഞു. അതെ കെട്ടിയമ്മ ഓൺലൈനിലേ ഞങ്ങള് ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ഒരു ഫുഡ് ഇവിടെ ഇപ്പൊ എത്തും. ഉണ്ണിമാവും ഉണ്ടോ? വരോ? ഉണ്ണിമാവും ഉറപ്പ് ഉറപ്പ്. ഫുഡ് ഇപ്പൊ ഉറപ്പ്. കേട്ടോളി. അമ്മായിയേ ക്ഷമിക്കാവായി പറ്റിപ്പോയത്. അമ്മായിയേ അമ്മായി ഇല മുറിച്ചോളെ എടുത്തപ്പോഴാ നിങ്ങള് വെള്ളം മുറിച്ചോളെ കേട്ടോളെ. ഇപ്പൊ വരും ഫുഡ്. ഇപ്പൊ വരുവേ. നല്ലൊരു ഓണമായിട്ട് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായി സൂതേട്ടാ.
നിനക്ക് പോയിക്കോടാ എന്തിനാ കിടക്കുന്നത് നമുക്ക് കേട്ടാ ഭക്ഷണം വരാം. ഒന്ന് ഉപ്പ വരുവേ അതെ ഉണ്ണിയെ കണ്ടാലറിയാം ഓണത്തിന്റെ പഞ്ഞ. അമ്മായി